ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AbduTalksന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ SSLC ബുക്കിൽ നിങ്ങളുടെ ജനന തീയതി ഒഴികെയുള്ള മറ്റു വിവരങ്ങൾ, അതായത് നിങ്ങളുടെ പേര്, രക്ഷിതാവിന്റെ പേര്, നിങ്ങളുടെ ജാതി, നിങ്ങളുടെ മതം തുടങ്ങിയ വിവരങ്ങളിൽ വന്നിട്ടുള്ള തെറ്റുകൾ എങ്ങനെയാണ് തിരുത്തുക എന്നുള്ളതിനെ കുറിച്ചാണ്. SSLC ബുക്കിൽ ജനനത്തീയതി തിരുത്തുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളുടെ SSLC ബുക്കിലെ ജനനത്തീയതിയിൽ സംഭവിച്ചിട്ടുള്ള തിരുത്തലുകൾ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ഇനി നമ്മുടെ SSLC ബുക്കിൽ നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ തിരുത്താം എന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്ക് സ്ക്രീനിൽ നോക്കാം. നമ്മുടെ SSLC ബുക്കിലെ ജനനത്തീയതി ഒഴികെയുള്ള മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് തിരുത്തുക, അതല്ലെങ്കിൽ അതിന്റെ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കുക, എവിടെയാണ് സമർപ്പിക്കുക എന്ന് വിശദമായി നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഉത്തരവുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ 4 സർക്കുലറിനെ പറ്റി നമുക്കൊരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് ഓടിച്ചു പോകാം. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സർക്കുലർ പ്രകാരം സർക്കാർ പറയുന്നത് പഞ്ചായത്തുകളുടെ വെബ്സൈറ്റുകളിൽ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് ഒരു ഒറിജിനൽ രേഖയായിട്ട് തന്നെ സർക്കാർ സ്വീകരിക്കുന്നതാണ്. ഈ സർക്കുലർ പ്രകാരം സർക്കാർ പറയുന്നത് നിങ്ങളുടെ പേര്, അതല്ലെങ്കിൽ മാതാപിതാക്കളുടെ പേര്, അത് കുട്ടിയുടെ അഡ്രസ്സിലെ തെറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അതായത് ഒരു എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനായി നിങ്ങളൊരു 1 and the same സർട്ടിഫിക്കറ്റ്, അതായത് വില്ലേജുകളിൽ നിന്ന് കിട്ടുന്ന ഒരു 1 and the same സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ ഹാജരാക്കുന്നതാണ്. ഈ 2 സർക്കുലർ പ്രകാരം കുട്ടിയുടെ പേരിലെ ക്ലറിക്കൽ എറേഴ്സ് മാത്രമേ നമുക്ക് തിരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ രേഖകളിൽ നമ്മുടെ കുട്ടിയുടെ പേര് നമുക്ക് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ SSLC ബുക്കിൽ നിങ്ങൾക്ക് നെയിം ചേഞ്ച് സാധ്യമല്ല. വെറും നെയിമിലുള്ള ക്ലറിക്കൽ എറേഴ്സ്, അതായത് നിങ്ങളുടെ 1ാം ക്ലാസ് രേഖയിലുള്ള പേരിൽ നിന്നും നിങ്ങളുടെ 10ാം ക്ലാസ് രേഖയിൽ നിന്ന പേരിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിലുള്ള ക്ലറിക്കൽ തിരുത്തലുകൾ മാത്രമേ നിങ്ങൾക്ക് സാധ്യമാകൂ എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ, അതായത് SSLC ബുക്കും ഈ 1ാം ക്ലാസ് രേഖയും തമ്മിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇത്തരത്തിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സർക്കാർ നിങ്ങൾക്ക് തിരുത്തി തരും. എന്നാൽ ഒരു കംപ്ലീറ്റ് നെയിം ചേഞ്ച് സർക്കാർ നിങ്ങൾക്ക് തിരുത്തി തരില്ല. എന്നാൽ ഈ സർക്കുലർ പ്രകാരം നിങ്ങളുടെ പേര്, അതല്ലെങ്കിൽ നിങ്ങളുടെ ജാതി, അതല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ഇവ എല്ലാം കൂടെ നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഒരു ഗസറ്റ് വിജ്ഞാപനം കൊടുക്കുക. അതായത് ഞാൻ എന്ന വ്യക്തിയുടെ ഇന്ന പേരിൽ നിന്നും ഇന്ന പേരിലേക്ക് ഞാൻ എൻ്റെ നെയിം ചേഞ്ച് ചെയ്യുന്നു, ഞാൻ എൻ്റെ ജാതി ചേഞ്ച് ചെയ്യുന്നു, അതിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ചേഞ്ച് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഒരു ഗസറ്റ് വിജ്ഞാപനം കൊടുക്കുക. അതാണ് നിങ്ങൾ കാണുന്ന ഈ ഒരു പാരഗ്രാഫ്. ആ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് നിങ്ങളുടെ SSLC ബുക്കിന്റെ കൂടെ നിങ്ങൾ ചേർത്ത് വെച്ചാൽ മതി. അതല്ലാതെ SSLC ബുക്കിൽ നിങ്ങളുടെ പേരോ ജാതിയോ ഒന്നും തന്നെ നിങ്ങൾക്ക് മാറ്റി തരില്ല. എല്ലാത്തിലും ക്ലറിക്കൽ തിരുത്തലുകൾ മാത്രമേ സാധ്യമല്ല. എന്നാൽ നിങ്ങളുടെ പേര് മാത്രമാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഗസറ്റ് വിജ്ഞാപനം കൊടുക്കേണ്ട ആവശ്യമില്ല. ഗസറ്റ് വിജ്ഞാപനത്തിന് പകരം നിങ്ങളൊരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിങ്ങൾക്ക് നേടിയാൽ മതി. ആ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ SSLC ബുക്കിന്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റാപ്പിൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വിഷയമായിട്ട് കൂടുതലായിട്ട് എന്തൊക്കെ വിവരങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് വിശദമായി നമുക്ക് നോക്കാം. ഉദാഹരണം, ഫസ്റ്റ് നിങ്ങളുടെ നെയിം ഓഫ് ആപ്ലിക്കന്റ്, അതായത് കുട്ടിയുടെ പേര്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് ക്ലറിക്കൽ എറേഴ്സ് മാത്രമേ നമുക്ക് തിരുത്തൽ സാധ്യമല്ലൂ, നെയിം ചേഞ്ച് സാധ്യമല്ല. അതായത് ഉദാഹരണം, അബ്ദുൽ ലത്തീഫ് VPK, ഈ IEF എന്നതിനെ EEF ആക്കി മാറ്റാം. അത് നിങ്ങൾക്ക് വെറുതെ സാധ്യമല്ല, അതിന് രേഖ വേണം. അത് ഏത് രേഖയാണ് വേണ്ടത്? നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള നിങ്ങളുടെ എന്താണോ പേര് അത് പ്രകാരം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലറിക്കൽ എറേഴ്സ് തന്നെ സാധ്യമുള്ളൂ. നിങ്ങൾ ഉദാഹരണം ഞാൻ നേരത്തെ കാണിച്ച പോലെ എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള എന്റെ പേര് LATHEF ആണ്. എന്നാൽ എന്റെ SSLC ബുക്കിൽ വന്നേക്കുന്നത് LATHIEF ആണ്. ഈ LATHIEFന് എനിക്ക് എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള ഈ പേര് പ്രകാരം എന്റെ ഈ പേരിലുള്ള തിരുത്തലുകൾ എനിക്ക് സാധ്യമാണ്. ഇനി നിങ്ങളുടെ പിതാവിന്റെ പേര്, അതായത് നമ്മുടെ പിതാവിന്റെ പേരിൽ ഒരു ഗിവൺ നെയിം ഉണ്ടാവും, ഒരു സർനെയിം ഉണ്ടാവും. ഈ സർനെയിം മിക്കവാറും ഉണ്ടായാലും നമ്മുടെ ഫാമിലി നെയിം അല്ലെ. നമ്മുടെ പിതാവിന്റെ പേരിൽ ഗിവൺ നെയിമിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ സാധ്യമല്ല. എന്നാൽ സർനെയിമിൽ നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. എന്നാൽ ഗിവൺ നെയിമിൽ എന്തെങ്കിലും ക്ലറിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വരുത്താവുന്നതാണ്. ഇപ്പൊ ഉദാഹരണം, അബ്ദുൽ ലത്തീഫ് VPK എന്ന എന്റെ പിതാവിന്റെ പേരിന് എനിക്ക് അബ്ദുൽ ലത്തീഫ് വടക്കേ പുതിയപുര കാക്കണ്ടി എന്നാക്കാം. അതായത് VPK എന്നുള്ള സർനെയിമാണ്. ആ സർനെയിം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ അതും നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്താണോ കൊടുത്തിട്ടുള്ളത്
കൊടുത്തിട്ടുള്ളത് അത് പ്രകാരം മാത്രമേ നമുക്ക് സാധ്യമുള്ളൂ. എന്നാൽ നമ്മുടെ മാതാവിന്റെ പേര് നമുക്ക് പുതിയൊരു പേര് തന്നെ നമുക്ക് മാതാവിന്റെ പേര് നമുക്ക് നമ്മുടെ SSLC ബുക്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. അതും പക്ഷേ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്താണോ മാതാവിന്റെ പേര് കൊടുത്തിട്ടുള്ളത് അത് കംപ്ലീറ്റ് നമുക്ക് ഫ്രഷ് എൻട്രി അലൗഡ് ആണ്. ഇനി നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് അതും ഫ്രഷ് എൻട്രി അലൗഡ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഹാജരാക്കേണ്ടത് വില്ലേജുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇനി നിങ്ങളുടെ സ്ഥലം അത് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ എന്താണോ അത് പ്രകാരം നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. ഇനി നിങ്ങളുടെ ജാതി അതല്ലെങ്കിൽ നിങ്ങളുടെ മതം, ജാതി മതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു തിരുത്തൽ സാധ്യമല്ല. എന്നാൽ ക്ലറിക്കൽ എറേഴ്സ്, അക്ഷര തെറ്റുകൾ വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശരിയാക്കാവുന്നതാണ്. അതല്ലാണ്ട് ജാതി മാറ്റുക അതൊന്നും സാധ്യമല്ല. അതിനു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ജാതി മാറ്റാനോ അതല്ലെങ്കിൽ നിങ്ങളുടെ പേര് മാറ്റാനോ നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗസറ്റ് വിജ്ഞാപനം കൊടുക്കുക. ആ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ പകർപ്പ് നിങ്ങളുടെ SSLC ബുക്കിന്റെ കൂടെ നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. ഇനി നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ നാഷണാലിറ്റി ഒക്കെ ഞാൻ ഇവിടെ പറയുന്ന പോലെ നിങ്ങൾക്ക് അക്ഷര തെറ്റുകളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നതാണ്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഓർഡർ ആണ് ഞാനിപ്പോൾ വീണ്ടും കാണിക്കുന്നത്. ഇത് പ്രകാരം നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജാതി, നിങ്ങളുടെ മതം ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ഗസറ്റ് വിജ്ഞാപനം കൊടുക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ നെയിം ചേഞ്ച് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളൊരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് നിങ്ങൾക്ക് എടുക്കുക. ഇതിന്റെ രണ്ടിന്റെയും കോപ്പി നിങ്ങളുടെ SSLC ബുക്കിന്റെ കൂടെ നിങ്ങൾ ചേർത്ത് വെച്ചാൽ മാത്രം മതിയാകും. അതല്ലാതെ നിങ്ങളുടെ നെയിം ചേഞ്ചോ നിങ്ങളുടെ ജാതി മതമൊന്നും SSLC ബുക്കിൽ മാറ്റി തരുന്നതല്ല, അക്ഷരത്തെറ്റുകൾ ഒഴികെ. ഇനി നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമുക്ക് ഓരോ കറക്ഷന് വേണ്ടിയിട്ടും എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് നമുക്ക് വിശദമായി നോക്കാം. എല്ലാ അപേക്ഷയോടൊപ്പം നമ്മളൊരു ഡ്യൂലി ഫിൽഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോറം നമ്മൾ കൊടുക്കണം. പിന്നെ നമ്മുടെ ഒറിജിനൽ SSLC ബുക്ക് നമ്മൾ അയച്ചു കൊടുക്കണം. ഇനി നമ്മുടെ അഡ്മിഷൻ രജിസ്റ്ററിന്റെ അറ്റസ്റ്റ്, അതായത് നമ്മുടെ ഹെഡ് മാസ്റ്റർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ രജിസ്റ്ററിന്റെ കോപ്പി നിങ്ങൾ കൊടുക്കണം. ഇനി നമ്മുടെ HMന്റെ അടുത്ത് നിന്നും ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ അതല്ലെങ്കിൽ ഒരു ശുപാർശ കത്ത് വേണം. പിന്നെ നമ്മളൊരു ഫീസ് അടക്കണം, അതായത് 30 രൂപയാണ് നമ്മൾ ഫീസ് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ഉദാഹരണം നമ്മുടെ നെയിം ആണ്, നിങ്ങൾക്ക് നെയിമിലുള്ള എന്തെങ്കിലും തിരുത്തലാണ് നിങ്ങൾ വരുത്തേണ്ടതെങ്കിൽ നിങ്ങൾ ഹാജരാക്കേണ്ട രേഖകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള അഡ്മിഷൻ രജിസ്റ്ററിന്റെ പകർപ്പ്, പിന്നെ അതോടൊപ്പം നിങ്ങൾ 1 and the same സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരോ അതല്ല നിങ്ങളുടെ ജനന സ്ഥലമാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ 3 കോപ്പി, പിന്നെ ഒരു 1 and the same സർട്ടിഫിക്കറ്റ്, ഒരു ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ബ്ലാക്ക് മോൾ ഓൺ ദ റൈറ്റ് ഹിയർ എന്നുണ്ടാവില്ല, ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക്. അതാണ് ചേഞ്ച് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് വില്ലേജിൽ നിന്ന് ലഭിക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും. ഇനി നിങ്ങളുടെ ജാതിയിലുള്ള എന്തെങ്കിലും അക്ഷര തെറ്റുകളാണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ജാതി സർട്ടിഫിക്കറ്റ് വേണം. ഇനി നിങ്ങളുടെ സെക്സിലാണ് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ അഡ്രസ്സിലാണ് എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വേണം. ഈ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. നിങ്ങളുടെ നാഷണാലിറ്റി ആണെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അതോടൊപ്പം നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കോപ്പിയും വേണം. നമ്മൾ ഈ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, 1 and the same സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമുക്ക് വില്ലേജിൽ നിന്നും ഓൺലൈനായി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ഓൺലൈനായി അപേക്ഷിക്കുക എന്നുള്ള വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മുടെ അപേക്ഷാ ഫോറം നമുക്ക് എവിടെയാണ് നമുക്ക് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജനനത്തീയതി ഒഴികെ മറ്റു വിവരങ്ങൾ തിരുത്തുന്നതിനുള്ള അപേക്ഷാ ഫോറം നമുക്ക് ഈ കാണുന്ന www.keralapareekshabhavan.in എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാം അപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. അതിന് തൊട്ട് താഴെ കാണാം ഒതർ കറക്ഷൻ. ഈ ഒരു അപേക്ഷാ ഫോറമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത്. ആ ഫോറമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതൊരു 2 പേജുള്ള ഫോറമാണ്. ഇനി അപേക്ഷാ ഫോറം എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നോക്കാം. നമ്മുടെ അപേക്ഷാ ഫോറത്തിന്റെ ഫസ്റ്റ് പേജാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ അപേക്ഷാ ഫോറത്തിന്റെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഉദാഹരണം എൻ്റെ SSLC ബുക്കിലെ നെയിമിലും എൻ്റെ മാതാവിൻ്റെ പേരുള്ള തിരുത്തലുകൾക്കാണ് ഞാൻ അപേക്ഷ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ആ 2 ഭാഗം ഞാനിവിടെ ടിക്ക് മാർക്ക് ചെയ്യണം. ഇവിടെ തൊട്ട് താഴെ കാണുന്നത് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ്. നമ്മുടെ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് നിങ്ങൾ വ്യക്തമായി അറിയണം. ഒന്നുകിൽ നിങ്ങൾ ലാസ്റ്റ് പഠിച്ച സ്കൂളിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ഈ കാണുന്ന സമേതം kite.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. ആ വെബ്സൈറ്റിൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്കൂളിന്റെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുക. നിങ്ങൾ സെർച്ച് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ സ്കൂളിന്റെ
പേര് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സ്കൂളിന്റെ പേര് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നിങ്ങളുടെ സ്കൂൾ ഏത് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇപ്പോൾ ഉദാഹരണം എൻ്റെ സ്കൂൾ വരുന്നത് തളിപ്പറമ്പ് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റിലാണ്. ഇതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതോടൊപ്പം നമ്മളുമായി ബന്ധപ്പെടാനുള്ള ഒരു ഫോൺ നമ്പർ നമ്മളിവിടെ രേഖപ്പെടുത്തണം. ഇനി നമ്മുടെ അപേക്ഷാ ഫോറത്തിന്റെ ഐറ്റം 1, 2, 3 അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ പേര് നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്ററിലാണ് നിങ്ങൾ പേര് എഴുതേണ്ടത്. ഇനി നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ SSLC രജിസ്ട്രേഷൻ നമ്പർ എഴുതുക. നിങ്ങൾ ഏത് വർഷമാണ് SSLC എഴുതിയത് എന്ന് എഴുതുക. ഇനി നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ, അതായത് ആദ്യം എഴുതിയിട്ട് നിങ്ങൾ ഫെയിൽ ആയെങ്കിൽ, നിങ്ങൾ രണ്ടാമത് എഴുതിയെങ്കിൽ ആ എല്ലാ അപ്പിയറൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതാണ്. അതായത് ഓരോ വർഷവും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എത്രയായിരുന്നു, അത് ഏത് വർഷമാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ ഇവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി അഞ്ചാമത്തതാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇവിടെ ഫിൽ ചെയ്യേണ്ടത്. ഈ അഞ്ചാമത്തതിലാണ് നമ്മുടെ എന്ത് വിവരങ്ങൾ ഏതിലേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഉദാഹരണം എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് VPK എന്നുള്ളതിന് അബ്ദുൽ ലത്തീഫ് VPK എന്ന് തിരുത്തണം. അതുപോലെ എൻ്റെ മാതാവിന്റെ പേര് ആയിഷു എന്നുള്ളത് വടക്കേ പുതിയവൽ ആയിഷ എന്ന് എനിക്ക് തിരുത്തണം. അത് നമ്മുടെ വ്യക്തമായിട്ട് എഴുതണം. അതായത് എക്സിസ്റ്റിംഗ് ആൻഡ് പ്രപ്പോസ്ഡ്. ഇനി ആറാമത്തത്, നിങ്ങൾ ഇതിനു മുമ്പ് അതായത് SSLCക്ക് മുൻപ് നിങ്ങൾ പഠിച്ച എല്ലാ സ്കൂളുകളുടെയും, അതായത് ഓരോ സ്കൂളുകൾ നിങ്ങൾ ഏതൊക്കെ സ്റ്റാൻഡേർഡുകളിലാണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ഇവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1st to 4th സ്റ്റാൻഡേർഡ് ഈ സ്കൂള്, 5th to 7th സ്റ്റാൻഡേർഡ് ഈ സ്കൂളിൽ നിന്ന് ഡീറ്റെയിൽ ആയി നിങ്ങൾ ഇവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി ഏഴാമത്തേത് നമ്മുടെ ഫീസാണ്. നമുക്ക് ട്രഷറി പോയിട്ട് നമ്മൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചലാൻ കിട്ടും. ആ ചലാനിൽ നിങ്ങൾക്ക് ഒരു നമ്പർ ഉണ്ടാവും. ആ ചലാൻ നമ്പർ എഴുതുക. നിങ്ങളുടെ ഫീസ് കൊടുക്കുന്ന തീയതി എഴുതുക. നിങ്ങൾ എവിടെയാണോ ഫീസ് കൊടുക്കുന്നത് അത് നിങ്ങൾ എഴുതുക. ഇനി എട്ടാമത് ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ അപേക്ഷയോടൊപ്പം നിങ്ങൾക്ക് ജനന തീയതി കൂടെ തിരുത്തേണ്ടതുണ്ടോ? നിങ്ങൾക്കുണ്ട് എങ്കിൽ യെസ് കൊടുക്കുക, അതല്ലെങ്കിൽ നോ കൊടുക്കുക. നിങ്ങൾക്ക് ജനന തീയതിയാണ് തിരുത്തേണ്ടതെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻ ഫോമും അതിന്റെ പ്രൊസീജിയറും എല്ലാം വേറെയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേറെ ഒരു അപേക്ഷ, അതായത് ജനന തീയതി തിരുത്തണമെങ്കിൽ വേറെ അഡീഷണൽ അപേക്ഷ നിങ്ങൾ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അപേക്ഷ ഫോറത്തിന്റെ രണ്ടാമത്തെ പേജിന്റെ മുകളിൽ ഒരു ഡിക്ലറേഷൻ ആണ്. ഈ ഡിക്ലറേഷൻ നിങ്ങളാണ് കൊടുക്കേണ്ടത്. അതായത് ആരാണോ അപേക്ഷിക്കുന്നത് ആ അപേക്ഷയാണ് കൊടുക്കുന്നത്. ഇനി ഇൻ കേസ് അപേക്ഷകൻ മൈനർ ആണെങ്കിൽ ഇത് ഫിൽ ചെയ്യേണ്ടത് അപേക്ഷകന്റെ പിതാവാണ്. ഇനി നിങ്ങളുടെ അപേക്ഷ ഫോറത്തിന്റെ സെക്കൻഡ് പേജിലെ ഒരു സർട്ടിഫിക്കറ്റ്, ഇതാണ് നിങ്ങളുടെ HM നിങ്ങൾക്ക് തരുന്ന റെക്കമെൻഡേഷൻ ലെറ്റർ. ഈ റെക്കമെൻഡേഷൻ ലെറ്ററിന്റെ കൂടെ നിങ്ങൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇവിടെ എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ അപേക്ഷ ഫീസ് നമ്മൾ എവിടെയാണ് ഒടുക്കുക, അതെങ്ങനെയാണ് ഒടുക്കുക എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അപേക്ഷ ഫീസ് ഒടുക്കേണ്ടത് നമുക്ക് ട്രഷറി വഴി ഒടുക്കാം. അതല്ല എങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് വഴി നമുക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഗൂഗിൾ കയറിയിട്ട് അതല്ല എങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ട്രഷറിയിൽ പോയിട്ട് ഫോം നമ്പർ TR12 വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോം കിട്ടും. ആ ഫോം നിങ്ങൾ ഇതേ മാതൃകയിലാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ ഹെഡ് ഓഫ് അക്കൗണ്ട് 0202011092 എന്ന ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ 30 രൂപയാണ് ഇതിന്റെ ഫീസ് നിങ്ങൾ ഒടുക്കേണ്ടത്. നിങ്ങളുടെ ചെലാൻ എങ്ങനെയാണ് പൂരിപ്പിക്കുക എന്ന് ഞാനിവിടെ കംപ്ലീറ്റ് റെഡ് മാർക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രകാരം നിങ്ങളുടെ ചെലാൻ നിങ്ങൾ പൂരിപ്പിക്കുക. നിങ്ങളുടെ പൂരിപ്പിച്ച ചെലാൻ നിങ്ങൾ ട്രഷറിയിലോ അതല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിലോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെലാന്റെ മുകളിൽ നിങ്ങളുടെ ചെലാന്റെ റെസീപ്റ്റ് നമ്പർ നിങ്ങൾക്ക് എഴുതി തരും. ഈ ചെലാൻ റെസീപ്റ്റ് നമ്പർ ആണ് നമ്മുടെ അപേക്ഷയുടെ ഫസ്റ്റ് പേജിലെ ഈ ഏഴാമത്തെ ഡീറ്റെയിൽസിൽ നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ അപേക്ഷ എവിടെയാണ് സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അപേക്ഷ നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മൾ അവസാനം പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ്. ആ ഹെഡ് മാസ്റ്റർ നമ്മുടെ അപേക്ഷയോടൊപ്പം ഇതുപോലെ ഒരു കവറിംഗ് ലെറ്ററും കൂടെ നിങ്ങൾക്ക് ചേർത്ത് ജോയിന്റ് കമ്മീഷണറുടെ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മുടെ അപേക്ഷാ ഫോറം അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങളുടെ അപേക്ഷ കൊടുക്കുന്നതിനോടൊപ്പം ഇതുപോലെ 2 പോസ്റ്റൽ കവറുകളിൽ 42 രൂപയുടെ സ്റ്റാമ്പ് നിങ്ങൾ ഒട്ടിക്കണം. അതിൽ ഒന്നില് ഫ്രം നിങ്ങളുടെ ഹെഡ് മാസ്റ്ററിന്റെ അഡ്രസ് ടു, അതായത് ജോയിന്റ് കമ്മീഷണറുടെ അഡ്രസ് നിങ്ങൾ ഇവിടെ താഴെ കാണുന്നത്. ഈ കവറിന്റെ പുറത്തായിട്ട് നിങ്ങൾ ഒരു ഇത് SSLC ബുക്കിലെ മറ്റ് വിവരങ്ങൾ തിരുത്തുവാനുള്ള അപേക്ഷ എന്നും നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ല ഏതാണെന്നും വ്യക്തമായി നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇനി മുകളിൽ കാണുന്ന രണ്ടാമത്തെ കവറിൽ ഫ്രം എക്സാമിനേഷൻ കമ്മീഷണറുടെ അഡ്രസ് ടു നിങ്ങളുടെ അഡ്രസ്, ഇതുപോലെ വ്യക്തമായി നിങ്ങളുടെ അഡ്രസ് നിങ്ങളിവിടെ എഴുതി 42 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച
25 സെന്റിമീറ്റർ ഉണ്ട്, 32 സെന്റിമീറ്റർ ഉണ്ട്. 2 കവറാണ് നിങ്ങൾ അപേക്ഷയോടൊപ്പം നിങ്ങൾ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു വിഷയമായിട്ട് പൊതുവായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. മിക്ക ആൾക്കാരും പറഞ്ഞു വരുന്നത് നമ്മുടെ SSLC ബുക്കിലെ മറ്റു വിവരങ്ങൾ 15 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുത്തൽ സാധ്യമല്ല എന്നാണ്. ഇത് തീർത്തും തെറ്റാണ്. കാരണം KR റൂൾ ചാപ്റ്റർ 6 റൂൾ നമ്പർ 3 പ്രകാരം പറയുന്നത് നിങ്ങളുടെ ജനന തീയതിയാണ്. നിങ്ങളുടെ ജനന തീയതി നിങ്ങൾക്ക് 15 വർഷത്തെ സമയപരിധിയേ ഉള്ളൂ. എന്നാൽ 15 വർഷത്തെ സമയപരിധിക്ക് ശേഷവും നിങ്ങളുടെ ജനന തീയതി നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിന്റെ അടുത്ത് സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കണം. അതല്ലാതെ മറ്റു വിവരങ്ങൾ തിരുത്തുന്നതിന് ഒരു സമയപരിധിയുമില്ല. ഇതോടുകൂടെ നിങ്ങളുടെ SSLC ബുക്കിലെ നിങ്ങളുടെ ജനന തീയതി ഒഴികെയുള്ള മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് തിരുത്തുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.